നെയ്യാറ്റിൻകര സലിതകുമാരിയുടെ മരണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. ലൈംഗിക താൽപര്യങ്ങൾക്ക് ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. എന്താണ് പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ? നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശി സലിതയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെയാണ് കേസ്. ആത്മഹത്യക്കുറിപ്പിൽ ഫ്രാങ്ക്ലിന്റെ പേര് പരാമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുക്കുന്നത്. അതായത് ഈ സലിതാകുമാരിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ആദ്യം അപകട മരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് ആത്മഹത്യക്കുറിപ്പ് മകൾക്ക് കിട്ടുന്നത്. മക്കൾക്ക് രണ്ടുപേർക്ക് 2 ആത്മഹത്യക്കുറിപ്പായിരുന്നു എഴുതിയത്. ഇതിൽ ഫ്രാങ്ക്ലിനെതിരെ നിരവധി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഈ ആത്മഹത്യക്കുറിപ്പിൽ കണ്ടെത്തിയിരുന്നു. നിരന്തരം ശല്യപ്പെടുത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഈ ആത്മഹത്യക്കുറിപ്പിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. ഫ്രാങ്ക്ലിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും ഇപ്പോൾ നടക്കുന്നുണ്ട്. BJPയും മറ്റ് പാർട്ടികളും അറസ്റ്റ് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്. എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. അമൃത. ശരി പ്രശാന്ത്, നെയ്യാറ്റിൻകര സലിതകുമാരിയുടെ മരണത്തിൽ കോൺഗ്രസ് നേതാവിനെ കേസെടുത്ത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കർമൽ.